ഹണി റോസിന്റെ റീസെന്റ് ഇഷ്യൂ കേട്ട് ശരിക്കും ഞെട്ടേണ്ട കാര്യമുണ്ടോ? ആക്ട്രസുമാരെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്, മോശം കമന്റ്സ് പറയുന്നതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ നോർമലൈസ്ഡ് ആണ്. കേരളത്തിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ പാപ്പരാസി കൾച്ചറിൽ നടന്മാരുടെയും നടിമാരുടെയും വീഡിയോ എടുക്കുന്നത് രണ്ട് രീതിയിലാണ്. നടിമാരുടെ വീഡിയോസ് എടുക്കുമ്പോൾ കോംപ്രമൈസിങ്ങും വൾഗർ ആയിട്ടുള്ള ആംഗിൾസും, പോസ്റ്റ് ചെയ്യുമ്പോൾ ഡബിൾ മീനിങ് ഉള്ള ടൈറ്റിൽസും ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോ എടുത്ത ഒരു ഓൺലൈൻ മീഡിയനെ ഈ അടുത്തിടയ്ക്ക് ഒരു നടി പബ്ലിക്കായിട്ട് ഷെയിം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി നടന്മാരുടെയും നടികളുടെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഡിഫറൻസ്. എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടോ? അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു നടനോട് ആരും ചോദിക്കാറില്ല. മറ്റൊന്നാണ് ഡ്രസ്സിന്റെ പേരിലുള്ള സൈബർ ബുള്ളിങ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഷോർട്സ് ഇട്ടതിന്റെ പേരിൽ അനശ്വര രാജൻ ഫേസ് ചെയ്ത റിയാക്ഷനും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന വുമൺ ഹാവ് ലെഗ്സ് ക്യാമ്പയിനും ഒക്കെ. സ്ത്രീകളെ പറ്റി അശ്ലീല ചുവയുള്ള കമന്റ്സ് പറയുന്നത് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ ഈ വിക്ടിംസിന്റെ അറിവില്ലായ്മ കൊണ്ടോ പുറകെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഈ കമന്റ്സ് ഇടുന്നവർക്ക് യാതൊരുവിധ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരാറില്ല. ഹണി റോസിന്റെ ഈ റീസെന്റ് മൂവ് ഇങ്ങനെ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും ഒരു വാണിംഗ് ആണ്.